കുംഭമേള. കുംഭം എന്നാൽ കുടമെന്നും മേള എന്നാൽ ഒത്തുചേരൽ അഥവാ ഉത്സവമെന്നുമാണ് അർത്ഥമാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും അധികം തീർത്ഥാടകർ ഒരുമിച്ച് കൂടുന്ന ഉത്സവമെന്നാണ് യുനെസ്കോ കുംഭമേളയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കുംഭമേളയുടെ ഐതിഹ്യം ഇങ്ങനെയാണ്. അമൃത് നേടുന്നതിനായി ദേവന്മാരും അസുരന്മാരും പാലാഴി മഥനം നടത്തുന്നു. ഈ പാലാഴി മഥനത്തിൻ്റെ ഭാഗമായി ആദ്യമായി ഉയർന്നു വരുന്നത് കാളകൂട വിഷമാണ്. ഈ കാളകൂട വിഷം ശിവൻ ഭക്ഷിക്കുന്നു. തുടർന്ന് അനവധി ദിവ്യവസ്തുക്കൾ ഉയർന്നു വരുന്നുണ്ട്. ഏറ്റവും അവസാനമായി ധന്വന്തരി അമൃത കുംഭവുമായി പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ ഈ അമൃത് അസുരന്മാർക്ക് ലഭിച്ചാൽ അവർക്ക് അമരത്വം ലഭിക്കുമെന്ന് മനസ്സിലാക്കിയ ഇന്ദ്രൻ്റെ മകൻ ജയന്തൻ ഈ അമൃത കുംഭം തട്ടിപ്പറിച്ചുകൊണ്ട് പറന്നു നടന്നു. ദേവന്മാരുടെ ഒരു ദിവസമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ 12 വർഷമാണ്. അതായത് 12 ദിവസം ജയന്തൻ ഈ അമൃത കുംഭവുമായി പറന്നുവെന്നാണ് വിശ്വാസം. ഈ പറക്കുന്ന വേളയിൽ ജയന്തൻ 4 പുണ്യതീർത്ഥ സ്ഥലങ്ങളിൽ വിശ്രമിക്കുകയുണ്ടായി. ഈ വിശ്രമിക്കുന്ന വേളയിൽ ഈ അമൃത കുംഭത്തിൽ നിന്നും അമൃതത്തുള്ളികൾ ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ വീണുവെന്നും ഈ പറഞ്ഞിരിക്കുന്ന 4 തീർത്ഥസ്ഥലങ്ങളിലും അഭൗമമായ ചൈതന്യം കുടികൊള്ളുന്നുവെന്നും വിശ്വാസം. ഈ 4 പുണ്യതീർത്ഥ സ്ഥാനങ്ങളാണ് പ്രയാഗ്രാജ്, നാസിക്, ഉജ്ജയിനി, ഹരിദ്വാർ. ഈ 4 പുണ്യതീർത്ഥ സ്ഥാനങ്ങളിലും ഓരോ 4 വർഷം കൂടുമ്പോഴും കുംഭമേള അരങ്ങേറുന്നുണ്ട്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ, അതായത് ത്രിവേണി സംഗമത്തിൽ, ഗംഗ, യമുന, പുരാണ, സരസ്വതി എന്നീ നദികൾ ചേരുന്ന ഭാഗമാണ് ത്രിവേണി സംഗമം. ഈ ത്രിവേണി സംഗമത്തിലാണ് പ്രയാഗ്രാജിലെ കുംഭമേള നടക്കുന്നത്. ഇനി മഹാരാഷ്ട്രയിൽ ഗോദാവരിയുടെ തീരത്ത് നാസിക്കിലാണ് അടുത്ത കുംഭമേള നടക്കുന്നത്. ഇനി മറ്റൊന്നാണ് മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ ക്ഷിപ്രയുടെ തീരത്ത് നടക്കുന്ന കുംഭമേള. ഇനി ഉത്തരാഖണ്ഡിൽ ഗംഗയുടെ തീരത്ത് ഹരിദ്വാറിലാണ് കുംഭമേള നടക്കുക. ഈ 4 വർഷം കൂടുമ്പോൾ നടക്കുന്ന കുംഭമേളയെ കൂടാതെ 6 വർഷം കൂടുമ്പോൾ നടക്കുന്ന കുംഭമേളയാണ് അർദ്ധകുംഭം എന്നറിയപ്പെടുന്നത്. ഇത് പ്രയാഗ്രാജ്, ഹരിദ്വാർ എന്നിവിടങ്ങളിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇനി 12 വർഷം കൂടുമ്പോൾ നടക്കുന്ന കുംഭമേളയാണ് പൂർണ്ണ കുംഭം എന്നറിയപ്പെടുന്നത്. ഇത് പ്രയാഗ്രാജിൽ മാത്രമാണ് നടക്കുക. സൂര്യൻ, ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുടെ ആപേക്ഷിക ചലനമനുസരിച്ചിട്ടാണ് കുംഭമേളകൾ ആചരിക്കുന്നത്. 12 പൂർണ്ണ കുംഭം കഴിയുമ്പോൾ വരുന്നതാണ് മഹാകുംഭം. അതായത് 12 × 12 144. 144 വർഷം കൂടുമ്പോൾ നടക്കുന്നതാണ് മഹാകുംഭം എന്നറിയപ്പെടുന്നത്. അതായത് 2025 ജാനുവരി 10 തുടങ്ങി ഫെബ്രുവരി 26 മഹാശിവരാത്രി വരെ നടക്കുന്നത് മഹാകുംഭമാണ്. 2025 ജാനുവരി 10 മഹാകുംഭം അരങ്ങേറുന്നതെങ്കിലും ആദ്യത്തെ സ്നാനം അഥവാ നടക്കുന്നത് പൗർണമി ദിനത്തിലാണ്. അതായത് പൗഷ് പൗർണമി ദിനത്തിലാണ് ആദ്യ സ്നാനം നടക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് ജാനുവരി 14 മകരസംക്രാന്തി ദിനത്തിൽ നടക്കുന്ന രാജകീയ സ്നാനം അഥവാ ഷഹി സ്നാനമാണ്. ഈ ഷഹി സ്നാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് അഖാഡകളുടെ സ്നാനമാണ്. അതായത് അഖാഡകളുടെ സ്നാനം എന്നറിയപ്പെടുന്നതാണ് ഈ ഷഹി സ്നാനം എന്ന് പറയുന്നത്. ഇതാണ് കുംഭമേളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. അഖാഡകൾ എന്ന് പറഞ്ഞാൽ സന്യാസി സമൂഹങ്ങളാണ്. അതായത് 13 അഖാഡകളാണ് ഈ പറഞ്ഞിരിക്കുന്ന കുംഭമേള ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഈ 13 അഖാഡകൾ എന്നാൽ 7 ശൈവ അഖാഡകളും 3 വൈഷ്ണവ അഖാഡകളും 3 ഉദാസീനറുമാണ്. ഉദാസീനർ എന്ന് പറഞ്ഞാൽ സിഖ് ഗുരുവായ ഗുരുനാനാക്കിനെ ആചാര്യനാക്കി കണക്കാക്കുന്നവരാണ്. ഇനി ജാനുവരി 14 നടക്കുന്ന ഷഹി സ്നാനം മകരസംക്രാന്തി ദിനത്തിലാണെന്ന് പറഞ്ഞു. തുടർന്ന് മൗനി അമാവാസി ദിനത്തിലെ സ്നാനം, അടുത്ത് ബസന്ത് പഞ്ചമി, അതിൽ അച്ചല സപ്തമി, ഫെബ്രുവരി 12 മാഘ പൗർണമി, അവസാനമായി ഫെബ്രുവരി 26 മഹാശിവരാത്രി എന്നീ സ്നാനത്തോടുകൂടി കുംഭമേള അവസാനിക്കുകയാണ്.